കോതമംഗലത്തെ യുവതിയുടെ ആത്മഹത്യയിൽ റമീസിന്റെ മാതാപിതാക്കളെയും പ്രതി ചേർത്തു. റമീസിന്റെ സുഹൃത്തും കേസിൽ പ്രതിയാണ്. 3 പേരും ഒളിവിലാണ്. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം എത്തിയിട്ടുണ്ട്. ബിനിൽ, നേരത്തെ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നപ്പോൾ റമീസ് മാത്രമല്ല ഈ വീട്ടുകാരും തന്നെ മാനസികമായി വലിയ തോതിൽ ബുദ്ധിമുട്ടിച്ചു, പീഡിപ്പിച്ചു, മതമാറ്റത്തിന് നിർബന്ധം തുടങ്ങി ഗൗരവമുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഈ മാതാപിതാക്കൾക്കും സുഹൃത്തിനും എതിരെ എന്തൊക്കെ കുറ്റങ്ങളാണ് ഇപ്പോൾ കേസിൽ ചുമത്തിയിരിക്കുന്നത്? ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം എവിടെ വരെ എത്തി? രതീഷ്, ഈ യുവതി 23-കാരിയായ യുവതി ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ഈ റമീസിന്റെ പാനായിക്കുളത്തെ വീട്ടിൽ എത്തിയിരുന്നു. റമീസ് അവരെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. അതിനുശേഷം ആ വീട്ടിൽ നടന്ന സംഭവങ്ങൾ, അതാണ് ആ ആത്മഹത്യാക്കുറിപ്പിൽ അവർ വിശദീകരിച്ചിരിക്കുന്നത്. പലതും ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് ആ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന് പറഞ്ഞ് അവരെ നിർബന്ധിച്ചു എന്നതാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ 2 മാസത്തോളം അവിടെ നിൽക്കണമെന്ന നിർബന്ധവും പിടിച്ചു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആണ് പോലീസ് ഇപ്പോൾ ഈ മാതാപിതാക്കളെ കൂടി പ്രതി പട്ടികയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഒപ്പം ആ ദിവസം ആ റമീസിന്റെ സുഹൃത്തും ആ വീട്ടിലുണ്ടായിരുന്നു. ഈ സംഭവങ്ങൾക്കെല്ലാം കൂട്ടുകാരനും ഒപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ വ്യക്തി കൂടി ഈ കേസിൽ പ്രതിയായി മാറിയിരിക്കുന്നത്. ഈ പ്രതികളെല്ലാം തന്നെ ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ റമീസിന്റെ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസ് നടത്തിയിരുന്നു. പക്ഷേ അവർ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ഈ യുവതിയുടെ അമ്മയുടെയും സുഹൃത്തുക്കളുടെയും മൊഴികൾ അത് നിർണായകമായി മാറിയിരിക്കുകയാണ്. അവർ എന്തൊക്കെയാണ് ഈ യുവതി നേരിട്ട മാനസിക ശാരീരിക പീഡനങ്ങൾ എന്നത് സംബന്ധിച്ച കൃത്യമായ മൊഴി പോലീസിന് നൽകി. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ 3 പ്രതികൾ കൂടി ഈ കേസിൽ വന്നിരിക്കുന്നത്. ശക്തമായ നടപടിയിലേക്ക് പോകാനാണ് പോലീസിന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘം വിപുലമായൊരു ടീമിനെ തന്നെ നിയോഗിച്ചുകൊണ്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കങ്ങൾ പോലീസ് നടത്തുകയാണ്. 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് തന്നെ പോലീസ് അപേക്ഷയും നൽകും.